നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജിജി മാരിയോയുടെ ഈ ഒരു ഇഷ്യൂ ആയിട്ട് മിക്കവാറും ഒരു മാസം ആവാറായി. ഈ ഒക്ടോബർ 25 ഈ ഇഷ്യൂ ആയിരുന്നു. പിന്നെ അത് നവംബർ 1 അത് കേസ് ഫയലായി. ഈ നവംബർ 12th 13th ആ സമയത്തിൽ ഈ പബ്ലിക്കായി ഈ ഇഷ്യൂ. പിന്നെ അത് വൈറലുമായി. എല്ലാവരും ലോകം മുഴുവൻ ഇതൊരു ഇഷ്യൂ ആയി എല്ലാവരും മുമ്പ് വന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ഇഷ്യൂ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഒരു വലിയ ഇഷ്യൂ നമ്മൾ കണ്ടത് ഇവർ രണ്ടുപേരും ജിജിയും മാരിയും രണ്ടുപേരും ഈ മറുനാടൻ പറഞ്ഞിട്ട് ഒരു ചാനൽ, ആ ചാനലിലൂടെ വ്യക്തി കൂടെ ഇവർ രണ്ടുപേരും സംസാരിച്ച് ആ വ്യക്തിയിൽ കൂടിയാണ് കോംപ്രമൈസ് ചെയ്യാനും മീഡിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും ശ്രമിച്ചു. ആ മറുനാടൻ ചാനൽ കൊണ്ടാണ് മിക്കവാറും മെയിൻ ന്യൂസുകൾ അല്ലെങ്കിൽ രണ്ടുപേരുടെ റെക്കോർഡിങ്സ്, ഓഡിയോ റെക്കോർഡിങ്സ് ആവട്ടെ വീഡിയോ റെക്കോർഡിങ്സ് ആവട്ടെ, അതിലെ കൂടിയാണ് ഇനി കൂടുതലായിട്ട് അത് വൈറലായത്. സോ ഇതിൽ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് പഠിക്കാൻ പറ്റും? നമ്മൾ ഈ രണ്ട് ആൾക്കാരുടെ ഡിസ്പ്യൂട്ടിൽ തമ്മിൽ ഈ മീഡിയയുടെ ഒരു വ്യക്തിനെ കൊണ്ടുവന്നാൽ നമ്മൾക്ക് എന്താ പഠിക്കാൻ പറ്റും? അത് നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾക്ക് കുറച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളിൽ ഒരു ഇഷ്യൂ ആകുമ്പോൾ, ഒരു പേഴ്സണൽ ഇഷ്യൂ ആകുമ്പോൾ, അത് പബ്ലിക്കിൽ കൊണ്ടുവരുമ്പോൾ അതിക്ക് ചിലപ്പോൾ നമ്മൾക്ക് അഡ്വാൻറ്റേജും ഉണ്ടാവും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾക്ക് പബ്ലിക് സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ അതിനെ ആ ഇഷ്യൂനെ സോൾവ് ആക്കാൻ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പബ്ലിക്ലി ആയിട്ട് ചില സമയത്തിൽ അത് ഒരു സഹായമാവും. പക്ഷേ ചില സമയത്തിൽ അത് ഒരു ബുദ്ധിമുട്ട് കൂടെ ആവും. സോ ഇപ്പോൾ ഈ ഇഷ്യൂ നമ്മൾ കണ്ടത് ഒരു നല്ലപോലെ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് അതൊരു വലിയൊരു കൂടുതൽ ഇഷ്യൂ ആയി മാറി. അതിക്ക് ഒരു മാസം ആയ ശേഷം കൂടി ഒന്നും പ്രശ്നമുള്ള പരിഹാരം നമ്മൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും വേറെ വേറെ ആയിട്ട് അവരുടെ കാര്യത്തിൽ ബിസിയാണ്. പക്ഷേ ഈ മീഡിയ കൊണ്ട് വെച്ചിട്ട് മീഡിയയിൽ വെച്ചിട്ട് ഈ പ്രശ്നമുടെ സൊല്യൂഷൻ, ഈ ഒരു ചിന്ത, ആ ചിന്ത ഒരു ശരിയായ ചിന്ത ഇല്ല. അങ്ങനെ നമുക്ക് ഈ നടന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബിഗ് ബോസ് ആയിട്ട് ഒരു പ്രോഗ്രാം വർഷങ്ങൾ മുമ്പ് ഈ തുടങ്ങിയതാണ്. ഇത് തുടക്കം എപ്പോൾ തുടങ്ങിയത് ഈ ഹിന്ദി ചാനൽസിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ തുടക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദി ചാനൽസിൽ തുടങ്ങിയത്. ആ തുടക്കത്തിൽ തന്നെ ഇതിലൂടെ ഈ ചാനലിലൂടെ പ്രോഗ്രാമിങ്, ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാമിനെ കണ്ടക്ട് ചെയ്യാൻ രീതികൾ ഞാൻ കേട്ടിട്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ പ്രോഗ്രാം ഒരിക്കലും കാണില്ല. സോ ആ തീരുമാനം മുതൽ ഇന്ന് വരെ ഞാൻ മിക്കവാറും 20 വർഷം കാലിൽ അടുത്ത് ആയി കാണും ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട്. ഈ 20 വർഷത്തിൽ ഒരിക്കലും ഞാൻ എവിടെയാണെങ്കിലും ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ഈ ഹിന്ദിയിലാവട്ടെ, ഇപ്പോൾ മലയാളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ബിക്കോസ് അത് ഒരു അൺറിയൽ ഷോ ആണ്. അത് റിയാലിറ്റി ഷോ ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് ഒരു അൺറിയൽ ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണ്. മിക്കവാറും അതിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, എങ്ങനെ എന്താ ചെയ്യുന്നത്. അത് ഒരു കൺട്രോൾഡ് ഒരു നെറേറ്റീവ് ആയിട്ട് മുമ്പ് വരും. അതിൽ നമ്മൾക്ക് കുറേ ഇമോഷൻസ് നമ്മൾക്ക് ട്രിഗർ ചെയ്യും. നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ അങ്ങോട്ട് നമ്മൾ ചിന്തകൾ പോകും, നമ്മുടെ ഇമോഷൻസ് ട്രിഗർ ആവും. ആ ഇമോഷൻസ്, ആ ചിന്തകൾ ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ തോന്നും. പക്ഷേ അത് നമ്മുടെ പതുക്കെ ആയിട്ട് നമ്മുടെ ജീവിതം രീതികൾ മാറ്റുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ജീവിതം മുഴുവൻ പതുക്കെ മാറുന്നുണ്ട്. എല്ലാ രീതിയിൽ മീഡിയയുടെ കുറേ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
അത് നമ്മൾ ചിലപ്പോൾ വ്യൂവർ ആവാം, ചിലപ്പോൾ നമ്മൾ മീഡിയയിലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം. ഏത് രീതിയിലായാലും ചില ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്, ഹ്യൂമൻ വെർച്യൂസ് ഉണ്ട്. അതിൽ നഷ്ടപ്പെട്ട, അത് കുറഞ്ഞ പിന്നെ നമ്മുടെ ജീവിതം നെഗറ്റീവ്ലി ആയിട്ട് അത് ഇമ്പാക്റ്റ് വരും. സോ അതാണ് നമ്മൾ ഈ കണ്ടത്. ഈ മറുനാടൻ കൂടിയാണ് ഈ രണ്ടുപേരും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായി. ലാസ്റ്റിൽ അവർ ഇനി ഉള്ള പ്രശ്നം ഇനി കൂടുതലായി. ഇപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഒരാഴ്ച കളിൽ അടുത്ത് ഈ രണ്ടുപേരും ഈ മീഡിയയിലെ ഇനി ഒന്നും ന്യൂസ് ഇല്ലാതെ ഒരു മീഡിയയിൽ സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ നമ്മൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വേറെ ഏത് രീതിയിൽ അവർക്ക് ചിലപ്പോൾ റിക്കൺസൈൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും വേറെ മാർഗം കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് റിക്കൺസൈൽ ആകും. പലരും അവരുടെ വീഡിയോസിൽ, അവരുടെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ റീയൂണിയൻ, വെയിറ്റിംഗ് ഫോർ റീകൺസിലിയേഷൻ, കം ബാക്ക് ടുഗദർ. അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. സോ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഹോപ്പ് ഉണ്ട്. ഒന്നും നഷ്ടപ്പെട്ടില്ല. എത്ര ബുദ്ധിമുട്ട്, എത്ര പ്രശ്നങ്ങൾ കൂടി കടന്നു പോയാലും ഇനി ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ട്, ഒരുമിച്ച് ആയിട്ട് ജീവിക്കാൻ വീണ്ടും തുടങ്ങാനായിട്ട്. ആ കമൻസിൽ കൂടിയാണ് ജനങ്ങൾ, ഒന്ന് രണ്ട് വ്യക്തികൾ, കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ഒരുമിച്ച് ആയി വരാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, ശ്രമിക്കണം. അങ്ങനെയായിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഈ എത്ര വൈറൽ ആയിട്ടില്ലെങ്കിൽ, എത്ര ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ റീയൂണിയൻ ഇപ്പോൾ കുറച്ചുകൂടെ ഈസിലി ആയിട്ട് ആയിരുന്നു. പക്ഷേ ഈ വൈറലായിട്ട് ഈ ഇഷ്യൂ എത്ര ഇതായ ശേഷം ഇതിൽ കൂടുതൽ ഒരു ബിറ്റർനെസ്, കൂടുതൽ ഒരു ഈഗോയുടെ പ്രശ്നം കൂടുതൽ തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇത് പ്രൈവറ്റ് മാറ്റേഴ്സ് പ്രൈവറ്റ്ലി ആയിട്ട് സോൾവ് ചെയ്താൽ നമ്മൾക്ക് ഈ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങൾ റെഡിയാവും. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എത്ര പ്രശ്നമുണ്ടെങ്കിൽ അത് മീഡിയ മുമ്പ് കൊണ്ടുവരാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പല ആൾക്കാർ പല പ്ലാറ്റ്ഫോമിൽ, ചിലപ്പോൾ ട്വിറ്ററിൽ ആവട്ടെ, ഇപ്പോൾ എക്സ് പറഞ്ഞിട്ടുണ്ട്, ആ പ്ലാറ്റ്ഫോം ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, വേറെ ഏത് രീതിയിൽ, വേറെ ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ, ഈ നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ് പബ്ലിക്ലി കൊണ്ടുവന്ന അത് ചിലപ്പോൾ ഒരു സെൻസേഷണൽ കാര്യമാവും. ചിലപ്പോൾ അത് വൈറൽ ആവാം, അല്ലെങ്കിൽ വൈറൽ ആവാതെ പോവാതിരിക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു പബ്ലിക്ലി ആയിട്ട് കൊണ്ടുവന്നാൽ അത് ഇനി പ്രശ്നങ്ങൾ സോൾവ് ആവാനുള്ള അവസ്ഥ കൂടെ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. സോ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഇതാണ്, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പബ്ലിക്ലി ആയിട്ട് ഷെയർ ചെയ്യാം, പബ്ലിക്ലി ആയിട്ട് പങ്കുവയ്ക്കാം. പക്ഷേ പ്രൈവറ്റ് പേഴ്സണൽ ഇൻറ്റിമേറ്റ് ലൈഫുടെ മാറ്റേഴ്സ് അത് പ്രൈവറ്റ്ലി തന്നെ വെക്കുന്നത് നല്ലതാണ്. സോ ഈ മാരിയോടെ ജിജിയുടെ ലൈഫും പ്ലസ് ഈ മറുനാടൻ ചാനൽ പ്ലസ് വേറെ കുറേ ചാനൽസ് അവർ കൂടെ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കാണുമ്പോൾ ഈ ബിഗ് ബോസുടെ ഈ സീരിയൽ നമ്മൾക്ക് കാണുമ്പോൾ ഒരു സിമിലാരിറ്റി തോന്നും. ഇത് ഒരു വലിയ ട്രിഗറിങ് ആണ്, ഒരു അൺറിയൽ ഷോ പോലെ ആയി മാറും. നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒരു അൺറിയൽ ഷോ ആയിട്ട് മാറുന്നത് നമ്മൾക്ക് കാണാം. സോ ഫൈനലി ഒരു ചിന്തയാണ് നമ്മൾക്ക് ചിന്തിക്കുന്ന, ഇനി വരാൻ പോകുന്ന ലൈഫിൽ പ്രൈവറ്റ് മാറ്റേഴ്സ് പ്രൈവറ്റ്ലി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചില സമയത്തിൽ ഫേസ്ബുക്കിൽ ചിലർ ഒരു 1 or 2 ലൈൻസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇടാറുണ്ട്. അവരുടെ പ്രസൻറ്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട്, ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തി കൂടെ ഉള്ള പാർട്ട്ണറോ ഹസ്ബൻഡോ ആരാണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാവർക്കും ഒരു രീതിയിൽ ഊഹിക്കാം.
അങ്ങനെ ഒരു പബ്ലിക്ലി ഒരു ഐഡിയ ആൾക്കാർക്ക് കിട്ടിയ ശേഷം അങ്ങനെ കുറേ അഡ്വൈസുകൾ വരും. ഫസ്റ്റാണ് അത്. ആ എൻക്വയറി ആവും, എല്ലാവരും ചോദിക്കും എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അത് 1-2 ലൈൻ മാത്രമേ ഉണ്ടാവും, വലിയ ഒന്നും പോസ്റ്റ് ഇട്ടില്ല. പക്ഷെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു നെഗറ്റീവ് ഇമോഷൻ കൊണ്ട് ഞാൻ കടന്നു പോകുന്നുണ്ട്, എൻ്റെ ഫീലിംഗ് ഇങ്ങനെ കറൻ്റ്ലി ഫീലിംഗ് ലൈക്ക് ദിസ് അങ്ങനെ ആയിട്ട് ഇടുമ്പോൾ ആൾക്കാരും കുറേ അത് ഊഹിച്ചിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കും. പിന്നെ നമ്മളിലൂടെ ഒരു അവസ്ഥ, ഒരു ഡിസ്ബാലൻസ്, ഒരു അവസ്ഥ മെൻ്റലി സ്ട്രോങ് ഇല്ല, ഒരു ഇമോഷണലി സ്ട്രോങ് ഇല്ലാത്ത ഒരു അവസ്ഥ ആവുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സ് തുറന്നിട്ട് ഒരു സഹായം തേടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് പറഞ്ഞത് കുറേ സജഷൻസ് വരും, കുറേ കാര്യങ്ങൾ വരും, കുറേ വ്യക്തികൾ കുറേ രീതിയിൽ ഇടപെടാൻ തുടങ്ങും. പക്ഷേ ആ സമയമാണ് ചിലപ്പോൾ നമ്മൾക്ക് അത് അഡ്വാൻറ്റേജ് ആവും, ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആവും. മിക്കവാറും നോക്കുന്നത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു നല്ല ഒരു സുഹൃത്ത് കൂടെ ആവശ്യമാണ്. ഒരു നല്ല ഒരു വ്യക്തി കറക്റ്റായിട്ട് ഡിസിഷൻ, ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ ജീവിതത്തിൽ ഉള്ളതാണ് ഏറ്റവും നല്ലത്. അതിക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ല സുഹൃത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് ഒരു നല്ല സുഹൃത്ത് തരും. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സുഹൃത്താണ്. നമ്മുടെ ചിലപ്പോൾ നമ്മൾ കുറേ ഇതിൽ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും, ഒരു പാട്ട് പാടിയിട്ടുണ്ടാവും. ആ പാട്ടോടെ ഇതാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. സോ ആ പാട്ട് നമ്മൾക്ക് പറയുന്നത് യേശുവാണ് നമ്മുടെ ഒരു വലിയ സ്നേഹിതനാണ്. സോ ആ യേശുവിടെ പരിശുദ്ധാത്മാവാണ് നമ്മൾ കൂടി ഒരു നല്ല സ്നേഹിതനായിട്ട് നമ്മൾ കൂടി എല്ലാ സമയമുണ്ട്. നമ്മൾ ആ പരിശുദ്ധാത്മാ കൂടി ഒരു ബന്ധം സ്ഥാപിച്ച ഇങ്ങനെ അവസ്ഥകൾ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവുടെ സഹായം, പരിശുദ്ധാത്മാവുടെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവുടെ ശക്തി നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് അത് മേടിച്ചിട്ട് ഈ വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു എളുപ്പമായിട്ട് സോൾവ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മൾക്ക് ഈ മാരിയോ ആൻഡ് ജിജി ആയിട്ട് റിലേറ്റഡ് പ്രശ്നം കൊണ്ട് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ലൈഫിൽ ഒരു നല്ല സുഹൃത്തുടെ ആവശ്യമുണ്ട്, ഒരു ഗുഡ് ഫ്രണ്ടുടെ ആവശ്യമുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും പരിശുദ്ധാത്മാ കൂടെ ബന്ധം സ്ഥാപിക്കാൻ ചിലപ്പോൾ ആ രീതി അറിയില്ല, അല്ലെങ്കിൽ ആ ബന്ധം സ്ഥാപിക്കാൻ അവർ പഠിച്ചിട്ടില്ല. സോ അത് മാത്രം ഒരു മാർഗമില്ല. നമുക്ക് വ്യക്തികൾ, നമ്മൾ തമ്മിൽ ഉള്ള വ്യക്തികൾ അവർ കൂടെ ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആളുകൾ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ ടെസ്റ്റ് ചെയ്യണം. ഒരു ഫ്രണ്ട് എല്ലാവരും ഫ്രണ്ടായിട്ട് എടുക്കാൻ, ക്ലോസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രാർത്ഥിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഒരു ഫ്രണ്ട് അറിയുമ്പോൾ പിന്നെ ആ ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ചിലപ്പോൾ നമ്മൾക്ക് പണം വരും, ചിലപ്പോൾ നമ്മൾക്ക് ലൈഫിൽ കുറേ സോഷ്യൽ സ്റ്റേറ്റസ് നമുക്ക് കൂടും. പക്ഷേ ആ ഫ്രണ്ടിനെ മറക്കാതെ ഇരുന്നാൽ നല്ലതാണ്. പൈസ കിട്ടുമ്പോൾ നല്ല ഒരു പൊസിഷൻ ആവുമ്പോൾ പല ഫ്രണ്ട്സുകൾ വരും, പല ആൾക്കാർ വരും ഫ്രണ്ട്സായിട്ട്. പക്ഷെ അവർ യഥാർത്ഥ ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ, യഥാർത്ഥ ഫ്രണ്ട്സാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലത്തിൽ ഒന്നും ഇല്ലാത്ത സമയത്തിൽ വരുന്ന ഫ്രണ്ട്സാണ് ശരിക്കും റിയൽ ഫ്രണ്ട്സാണ്. ഈ ഇപ്പോൾ ജിജി ആൻഡ് മാരിയോ എത്ര ലോകത്തിൽ എത്ര പേര്, എത്ര അറിഞ്ഞ വ്യക്തികൾ. പക്ഷെ പ്രശ്നം വരുമ്പോൾ ഫ്രണ്ട്സ് ആരാണ് തേടിയത്, ആരാണ് അവരുടെ മീഡിയേറ്റർ ആയത്? ആ ഒരു ചാനലിലൂടെ ആൾക്കാരാണ് മീഡിയേറ്റർ ആയത്. അവരാണ് ഫ്രണ്ട്സ്, അവരാണ് പാച്ചപ്പ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, ഇവർ ഒന്നും ഇല്ലാത്തപ്പോൾ അപ്പോൾ ആരായിരുന്നു ഇവരുടെ ഫ്രണ്ട്സ്? ഓക്കെ, സോ ഇതാണ് ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലൈഫ് പഠിപ്പിക്കുന്നത് നമ്മുടെ ലൈഫിൽ പണം വരുമ്പോൾ, സ്റ്റേറ്റസ് വരുമ്പോൾ റിയൽ ഫ്രണ്ട്സിനെ മറക്കരുത്. റിയൽ ഫ്രണ്ട്സ് ജീവിതം കർത്താവ് എല്ലാവർക്കും തരും. ഓക്കെ, ഫ്രണ്ട്സ് ഒരു അനുഗ്രഹമാണ്. മാതാപിതാക്കൾ തരുന്നത് പോലെ ഫ്രണ്ട്സും ദൈവം എല്ലാവർക്കും തരും. പക്ഷെ നമ്മൾ പണം വരുമ്പോൾ, പിന്നെ പൊസിഷൻ വരുമ്പോൾ, നമ്മൾ വേറെ ഓരോരോ അവസ്ഥ വരുമ്പോൾ ഓരോരോ മുഖം മാറ്റിയാൽ പിന്നെ എവിടെ ഉണ്ടാവും ഫ്രണ്ട്സ്? പിന്നെ അല്ല ആർട്ടിഫിഷ്യൽ ഫ്രണ്ട്സ് തന്നെ വരും. പണം പിന്നാലെ, പിന്നെ പൊസിഷൻ
ആ പവറിലെ ഷെയർ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്രണ്ട്സേ വരുള്ളൂ. യഥാർത്ഥ റിയൽ ഫ്രണ്ട്സ് വരില്ല. റിയൽ ഫ്രണ്ട്സ് ആണ് ദൈവത്തിനെ സ്നേഹിക്കാനുള്ള വ്യക്തി, ദൈവം ഭയമുള്ള ഒരു വ്യക്തി. ആരാണ് റിയൽ ഫ്രണ്ട്? ദൈവഭയം, ദൈവസ്നേഹം, ദൈവത്തിനെ സ്നേഹിക്കാനുള്ള വ്യക്തി. അങ്ങനെ ചിലപ്പോൾ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ശരിക്കും യാഥാർത്ഥ്യം. ഒരു പ്രിൻസിപ്പൽസ് ഉണ്ടാവും ആ വ്യക്തിക്ക് ലൈഫിൽ. ഒരു പ്രിൻസിപ്പൽസ് ഉണ്ട്. ഈ ദൈവം പറഞ്ഞത് കാര്യമാണ് ഇതാ. എങ്ങനെയില്ല, ദൈവവിശ്വാസിയില്ലാത്ത വ്യക്തി ഒരു നല്ല ഫ്രണ്ട് ആവാൻ പറ്റില്ല അങ്ങനെ പറയുന്നില്ല. ദൈവം കൂടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിക്ക് ഒരു ഇതാണ്, ഒരു ക്വാളിറ്റിയാണ്. പുള്ളി ഒരു വാല്യൂസ്, ലൈഫിൽ ഒരു വാല്യൂസ് ഉണ്ടാവും. ശരിക്കും സ്നേഹിക്കുന്ന വ്യക്തി, ചുമ്മാ വായിലെ കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് സൂപ്പർഫിഷ്യലായിട്ട് സ്നേഹിക്കാൻ വ്യക്തിയില്ല. ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കാൻ വ്യക്തി. അത് ഏത് മതമാവട്ടെ, ചിലപ്പോൾ ഹിന്ദു ആവാം, ചിലപ്പോൾ മുസ്ലിം ആവാം, ചിലപ്പോൾ ക്രിസ്ത്യൻ ആവാം, ഏത് രീതിയിലാണ്, ഏത് മതമായാലും ദൈവത്തിനെ ശരിക്കും ദൈവത്തിനെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പ്രിൻസിപ്പൾഡ് വ്യക്തിയാവും, ഒരു വാല്യൂസ് ഉള്ള വ്യക്തിയാവും. ഓക്കെ, ഇന്നത്തെ ദിവസം ഇത് ശരിയാണ്, നാളെ അത് ശരിയില്ല, ഇത് ചെയ്താൽ നല്ലതാണ് ഇന്ന്, നാളെ അത് ചെയ്താൽ ശരിയില്ല. അങ്ങനെ കാലം ദിനം സമയം കൊണ്ട് മാറുന്ന വ്യക്തി ആവില്ല. ഒരു പ്രിൻസിപ്പൽസ് ഉണ്ടാവും, ഒരു പ്രിൻസിപ്പൽഡുള്ള വ്യക്തിയാവും. യേശു ക്രിസ്തു ഇന്ന്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ, എന്നേക്കും ഒരുവൻ തന്നെ ആണ് വചനം പറയുന്നത്. സോ അതാണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ. വ്യക്തിയുടെ ക്യാരക്ടർ മീൻസ് എനിക്ക് എന്ത് ശരിയാണ് അത് നിങ്ങൾക്ക് ശരിയാണ്. അത് ഈ ലോകത്തിലെ ഏത് വ്യക്തിയാണ് അത് തന്നെ സ്റ്റാൻഡേർഡാണ്. എനിക്കൊരു സ്റ്റാൻഡേർഡ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ്, മറ്റൊരു വ്യക്തിക്ക് ഒരു സ്റ്റാൻഡേർഡ്, ഈ അവസ്ഥയിലെ ആ സ്റ്റാൻഡേർഡ്, മറ്റൊരു അവസ്ഥയിലെ വേറെ സ്റ്റാൻഡേർഡ്. അങ്ങനെ അത് ശരിക്കും ഒരു അൺപ്രിൻസിപ്പിൾഡ് വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ല, ആ വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾസ് ഇല്ല. അങ്ങനെ സ്നേഹിതർ വരും, പണം വരുമ്പോൾ, പൊസിഷൻ വരുമ്പോൾ അങ്ങനത്തെ സ്നേഹിതരുകൾ വരും, ഒരു പ്രിൻസിപ്പൽസ് ഇല്ലാത്ത വ്യക്തികൾ. അങ്ങനെ ആ വ്യക്തികൾ കൂടി നിങ്ങൾ ജീവിതത്തിലൂടെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അതിയുടെ റിസൾട്ട് ഒരു അൺപ്രിൻസിപ്പൽഡ് റിസൾട്ട് ആയി തന്നെ വരും. സോ അതുകൊണ്ട് ഈ സിറ്റുവേഷൻ, ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് നമുക്ക് നല്ലപോലെ ഒരു പാഠം പഠിപ്പിക്കുന്നത് ഇതാണ്. നല്ല ഒരു ഫ്രണ്ട്, നല്ല ഒരു വ്യക്തി ഉള്ള ആവശ്യമുണ്ട്. ആ വ്യക്തി കൂടി പോയാൽ ഈസിലി പ്രോബ്ലം സോൾവ് ആകും. ഇത് ആർക്കും പ്രശ്നമില്ലാതെ, ആർക്കും വിധിക്കാതെ, വിതൗട്ട് ജഡ്ജിങ്, വിതൗട്ട് കണ്ടെമിങ്. ഓക്കെ, വിതൗട്ട് ജഡ്ജിങ്, വിതൗട്ട് കണ്ടെമിങ് ആയിട്ട് നമുക്ക് ഈ പ്രശ്നം സോൾവ് ആക്കാം. ഈ ജിജി മാരിയുടെ പ്രശ്നം എന്താണ്? ഒരു വ്യക്തി പറഞ്ഞത് വ്യക്തിക്ക് ബുദ്ധിയുള്ള പ്രശ്നമാണ്, മൈൻഡ് ശരിയില്ലാണ്, അതാണ് ലാസ്റ്റുടെ ജഡ്ജ്മെൻറ്റ്. മറ്റൊരു വ്യക്തി ഏതാണ്? ആൽക്കോഹോളിക്കാണ്, ഡ്രങ്കേഡാണ്, അതാണ് ആ പുള്ളിയുടെ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഇനി പണം ഇതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്, അതൊരു വേറെ ഇതാണ്. പക്ഷെ പേഴ്സണലി ആയിട്ട് ഈ ഒരു ഐഡൻറ്റിറ്റി പബ്ലിക് മുമ്പ് എന്താ വന്നത്? ഈ ഒരു വ്യക്തിക്ക് ബുദ്ധി ശരിയായിട്ട് വർക്ക് ചെയ്യില്ല, മൈൻഡ് പ്രോബ്ലമാണ് ഒരു വ്യക്തിക്ക്. സെക്കൻഡ് വ്യക്തിക്ക് എന്താണ് പ്രശ്നം? അതാണ് ഫുൾ കുടിയാണ്. അങ്ങനെയാണ് ഈ പബ്ലിക് ട്രയൽ ആവുമ്പോൾ ഇങ്ങനെയാണ് ഈ വിധിക്കപ്പെട്ടു. രണ്ടുപേരും ഇങ്ങനെയാണ് വിധിക്കപ്പെട്ടു. പക്ഷേ ഒരു യാഥാർത്ഥ സ്നേഹിതർ ആയിട്ടുണ്ടെങ്കിൽ, ഒരു യാഥാർത്ഥ സ്നേഹമുള്ള വ്യക്തി ആണെങ്കിൽ ഇങ്ങനെ ആവില്ല. സോ ഇങ്ങനെ പ്രശ്നം വരില്ല. മീഡിയയുടെ ഒരു ധർമ്മമുണ്ട്, എല്ലാവർക്കും ഓരോ ധർമ്മമുണ്ടല്ലോ. മീഡിയയുടെ ധർമ്മമാണ് TRP. മീഡിയക്ക് ആവശ്യമുണ്ട് വ്യൂസ്, മീഡിയക്ക് ആവശ്യമുണ്ട് ചാനൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ആ സ്ഥാപനയുടെ ഗ്രോത്ത്. അതാണ് ഏറ്റവും പ്രാധാന്യം. ഫസ്റ്റ് ഇതാണ് TRP ആണ് നോക്കുന്നത്. അവർക്ക് വ്യൂസ്, ഇത് ആഡ്, ഇതെല്ലാം വേണം. സോ നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ അവർക്കും ഒരു ഡിസ്ബാലൻസ് ആണ്. അവരുടെ ധർമ്മം പാലിക്കണം, നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യണം. സോ മിക്കവാറും അവരുടെ മീഡിയയുടെ കാര്യങ്ങളിൽ തന്നെ അവർ നോക്കും, അവർ ആ സൈഡിൽ തന്നെ പോകും. സോ മീഡിയയിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അത് റിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ
വളരെ കുറവ് നമുക്ക് ചാൻസസ് ഇൻസ്റ്റൻസസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റ്ലി ആരൊക്കെ പ്രൈവറ്റ്ലി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു, അത് ഒരു പ്രശ്നമില്ലാതെ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ, ആർക്കും വേദനയില്ലാതെ ഉള്ള കാര്യങ്ങൾ ശരിയായി. ഇപ്പോൾ ഒരു വ്യക്തി പബ്ലിക്ലി ഓൾറെഡി ഒരു ഒപ്പീനിയൻ, ഒരു പബ്ലിക് ബ്രാൻഡിങ് ആയി ഈ ആൽക്കഹോളിക് പറഞ്ഞിട്ട്. ആ പുള്ളി കുടിച്ച് ജീവിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പബ്ലിക്ലി ബ്രാൻഡിങ് ആയി. വേറെ ഒരു വ്യക്തി ബുദ്ധിയില്ലാത്ത, മീൻസ് ബുദ്ധിയുള്ള പ്രശ്നമാണ്, മെൻ്റൽ പ്രോബ്ലമാണ്, അങ്ങനെ ഒരു പബ്ലിക് ബ്രാൻഡിങ് ആയി ഓൾറെഡി. ഇപ്പോൾ ഈ രണ്ട് ഇങ്ങനെ പബ്ലിക് ബ്രാൻഡഡ് വ്യക്തികൾക്ക് ഒരുമിച്ച് വരാൻ എത്ര കഷ്ടമാണ്, എത്ര ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇത് മീഡിയയിൽ വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടി ഇനി കൂടുതൽ നമുക്ക് ശ്രമിക്കണം. സോ ദൈവത്തിനല്ല സാധ്യം. നമുക്കിപ്പോൾ വലിയൊരു പ്രശ്നം തോന്നുന്നത് ദൈവം വലിയ എളുപ്പത്തിൽ തന്നെ അത് ശരിയാക്കി തരും, അത് ഒരു വേറെ ഇതാണ്. പക്ഷെ നമ്മൾക്ക് സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതം നല്ലപോലെ ബെറ്ററായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു മനസ്സ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് പ്രൈവറ്റ്ലി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് നോക്കണം. സോ അത് പ്രൈവറ്റ്ലി ഡീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു വ്യക്തി വേണം, ഒരു നല്ല ദൈവത്തിനെ സ്നേഹിക്കാൻ വ്യക്തി, ദൈവഭയമുള്ള വ്യക്തി, ഒരു വ്യക്തി ജീവിതത്തിലെ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ജീവിക്കാൻ വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി കൂടെ നമ്മൾ റിലേഷൻഷിപ്പ് വെക്കണം. ബിക്കോസ് അത് നമ്മൾക്ക് ലൈഫുടെ അവസ്ഥ, ചില അവസ്ഥകൾ വരും, അതിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യം വരും. സോ പണം വരുമ്പോൾ, പൊസിഷൻ വരുമ്പോൾ, വലിയ ഫേമസ് ആവുമ്പോൾ നമ്മുടെ യാഥാർത്ഥ സുഹൃത്തിനെ മറക്കരുത്. ഡു നോട്ട് ഫർഗെറ്റ് യുവർ ഫ്രണ്ട്. ഓക്കെ, നിങ്ങളുടെ നല്ല സുഹൃത്ത്, ഓക്കെ, കഷ്ടകാലത്തിൽ ഒന്നുമില്ലാത്ത സമയത്തിൽ ഫ്രണ്ട്സ് ഉള്ളവർ, അവരുടെ കൂടെ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് അവർക്ക് വാല്യൂ കൊടുക്കുക. അത് നിങ്ങൾക്ക് ലൈഫിലെ കറക്റ്റ് സമയത്തിൽ അതിക്ക് റിട്ടേൺ കിട്ടും. സോ ഇതാണ് എൻ്റെ തോട്ട്. ഈ ഇപ്പോൾ ഇഷ്യൂ ഓൾറെഡി സൈലൻസ് ആയി, ഓൾമോസ്റ്റ് ഈ ഇഷ്യൂ പബ്ലിക് മൈൻഡിൽ നിന്ന് മാറി. ഇപ്പോൾ ആ ഇഷ്യൂ അവരും മാറിയിട്ട് അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പ്രാർത്ഥന ആൻഡ് ഹോപ്പ് കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കാണാനായിട്ട് ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു.